മുനീർ സാഹിബിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടറെയും ബന്ധപ്പെട്ടിരുന്നു. അവരുമായിട്ട് ഒരുപാട് സംസാരിച്ചു. മുനീർ സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയുമായി ഏതാണ്ട് 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നിന്ന് പോകേണ്ടി വന്നതിന് ശേഷവും മുനീർ സാഹിബുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം ഞാൻ കാത്തു സൂക്ഷിച്ചിരുന്നു. അത് ഈ നിമിഷം വരെയും ഇനിയും അത് തുടരും. മുനീർ സാഹിബിൻ്റെ ഓരോ കാര്യങ്ങൾ സത്യത്തിൽ വല്ലാതെ മനോവിഷമം ഉണ്ടാക്കുന്നതാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയ സാഹിബ് CH മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്നില്ല. മുനീർ സാഹിബും ഒരുപാട് കടക്കാരനാണ്. ഇപ്പോഴും സാമ്പത്തിക ബാധ്യതകൾ വന്നത് അദ്ദേഹം സ്വന്തമായിട്ട് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നില്ല. ഒരുപാട് നന്മ ഉദ്ദേശിച്ച് നാട്ടുകാരെയും ജനങ്ങളെയും ലക്ഷ്യമാക്കി അദ്ദേഹം ചില സംരംഭങ്ങളൊക്കെ തുടങ്ങി. പ്രത്യേകിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ സംപ്രേഷണ രംഗത്ത് വലിയ കാൽവെപ്പുകളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഇന്ത്യ വിഷനൊക്കെ അദ്ദേഹം തുടങ്ങുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളാണ്. അതിപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മളുടെ മുൻ മേയർ ഭാസ്കരേട്ടൻ്റെ മകനും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാസ്കരേട്ടൻ അന്ന് ജില്ലാ ബാങ്കിൻ്റെ ഒക്കെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ലോൺ കൊടുത്ത കാര്യമൊക്കെ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ മുനീർ സാഹിബ് ഊർജ്ജസ്വലതയോടെ പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാവണം. ഞങ്ങൾക്കൊക്കെ CHൻ്റെയും മുനീർ സാഹിബിൻ്റെയും ഒക്കെ പൊതുജീവിതം വലിയ ആശ്വാസവും ആവേശവും നൽകിയിട്ടുള്ളതാണ്. ആ വഴിയിലൂടെയാണ് ഞങ്ങളുടെയൊക്കെ തലമുറയിലെ എല്ലാ ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും.